നമസ്കാരം. അങ്ങനെ ദേശാഭിമാനിയിൽ കള്ളം വിജയൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. കള്ളം വിജയനെ 51 വെട്ടുവെട്ടി വെളിയിൽ കളയാനാണ് ദേശാഭിമാനിയിലെ സഖാക്കൾ ഒടുവിൽ തീരുമാനിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ തോതിൽ ചർച്ചയായ ഒരു വിഷയമായിരുന്നു വി.എസ്. അച്യുതാനന്ദൻ്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് ദേശാഭിമാനി പുറത്തിറക്കുന്ന അവരുടെ വാരാന്ത പതിപ്പിൽ വി.എസ്. അച്യുതാനന്ദനെ കുറിച്ചുള്ള വാർത്തകളാണ് കൂടുതലായി ഉണ്ടായിരുന്നത്. അതിനൊപ്പം തന്നെ തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂടിനടുത്തുള്ള പുല്ലമ്പാറയിലെ വിജയൻ എന്ന് പറയുന്ന ഒരു നാടക പ്രവർത്തനത്തെക്കുറിച്ചുള്ള ലേഖനവും ഇതേ ലക്കത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. കാരണം അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു പരമ്പര അവിടുത്തെ സ്ഥിരം ജീവനക്കാരനല്ലാത്ത ഒരാളാണ് തയ്യാറാക്കിയെന്ന് പറയപ്പെടുന്നു. ഇതും ഈ വാരാന്ത പതിപ്പിനോടൊപ്പം ഇറക്കാനാണ് തീരുമാനിച്ചിരുന്നത്. ഏതായാലും വി.എസ്. അച്യുതാനന്ദനെ പോലെ പാർട്ടി ചട്ടക്കൂടിനനുസരിച്ച് മാത്രം ജീവിച്ചിരുന്ന സത്യസന്ധതയുടെ ആദർശത്തിൻ്റെയൊക്കെ പ്രതീകമായിരുന്ന ഒരു വ്യക്തിയുടെ ചരമവാർഷികത്തിൽ ഇറക്കുന്ന പ്രത്യേക പതിപ്പിൽ അഴിമതിക്ക് മാത്രം പേര് കേട്ട വിജയൻ എന്നുള്ളൊരു പേര്, പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ അത് അഴിമതിക്കാരനാണ് എന്നാണ് ഇപ്പോൾ ദേശാഭിമാനിയിലെ ഉന്നതന്മാരും കരുതിയിരിക്കുന്നതെന്ന് വേണം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. കള്ളൻ വിജയൻ എന്ന് പറഞ്ഞാൽ അത് പിണറായി വിജയനാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ കരുതിയിരിക്കുന്നു എന്നായിരിക്കാം ഒരുപക്ഷെ ദേശാഭിമാനിയിലെ ഉന്നതന്മാർ കരുതിയത്. അങ്ങനെ വി.എസ്. അച്യുതാനന്ദനെ പോലെയുള്ള ഒരു പ്രമുഖനായ സത്യസന്ധനായ വ്യക്തിക്കൊപ്പം തന്നെ കള്ളൻ വിജയൻ എന്നുള്ള പേര് വരുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൽ ആളുകൾ പലരും പിണറായി വിജയനെയും വി.എസ്. അച്യുതാനന്ദനും തമ്മിലുള്ള ഒരു താരതമ്യ പഠനം നടത്തുമോ എന്നുള്ള സംശയം തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഈ ഒരു തീരുമാനത്തിലേക്ക് അവരെ എത്തിച്ചത്, അതായത് ഈ വാർത്ത പിൻവലിക്കാൻ അവരെ തീരുമാനിച്ചത് എന്ന് തന്നെ വേണം കരുതാൻ. എന്നാൽ ദേശാഭിമാനിയിലെ പ്രമുഖർ പറയുന്ന വിശദീകരണം, എം സ്വരാജ് ഉൾപ്പെടെയുള്ളവർ പറയുന്ന വിശദീകരണം അവിടെ സാങ്കേതിക തകരാറുണ്ടായിരുന്നു എന്നാണ്. നമുക്കെല്ലാവർക്കും, മാധ്യമബന്ധമുള്ളവർക്കെല്ലാവർക്കും അറിയാം, എല്ലാ പത്രങ്ങളുടെയും വാരാന്ത പതിപ്പ് വളരെ നേരത്തെ തന്നെ പ്രിൻ്റ് ചെയ്യുന്നതാണ് പതിവ്. അതല്ലാതെ പത്രം പ്രിൻ്റ് ചെയ്യുന്ന ദിവസമല്ല ഈ വാരാന്ത പതിപ്പ് പ്രിൻ്റ് ചെയ്യുന്നത്. അത് നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരുന്നിരിക്കാം. അത് ഒരുപക്ഷെ കൂട്ടത്തോടു കൂടി എങ്ങോട്ട് പോയി എന്നുള്ളത് ആർക്കും അറിയില്ല. സാധാരണഗതിയിൽ ദേശാഭിമാനിയിലും കൊച്ചിയിലോ തിരുവനന്തപുരം എഡിഷനിലായിരിക്കാം ഈ വാരാന്ത പതിപ്പിൻ്റെ ജോലി നടക്കുക. അവിടെ ഒരുപക്ഷെ ആരെങ്കിലും ഇത് കണ്ടെത്തി കാണുമായിരിക്കും. വി.എസ്. അച്യുതാനന്ദനെ പോലെയുള്ള സത്യസന്ധനായ ഒരാളിൻ്റെ കുറിച്ചുള്ള വാരാന്ത പതിപ്പിനൊപ്പം തന്നെ കള്ളൻ വിജയൻ എന്ന ടൈറ്റിൽ കാണുമ്പോൾ പെട്ടെന്ന് ആളുകൾ പിണറായിയെ ഓർക്കും എന്ന് കരുതി തന്നെ ആയിരിക്കാം ഇത് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടത്. ഒരുപക്ഷെ കള്ളൻ വിജയൻ എന്നുള്ള ഈ ഒരു പ്രത്യേക സ്റ്റോറി ദേശാഭിമാനി വാരാന്ത പതിപ്പിൽ പ്രസിദ്ധീകരിച്ചിരുന്നെങ്കിൽ അതിന് പ്രത്യേകിച്ച് ഒരു പ്രശ്നം, വിവാദം ഉണ്ടാവുകയില്ലായിരുന്നു എന്ന് തന്നെ വേണം കരുതാൻ. കാരണം ഈ വിജയൻ എന്ന ഈ നാടക പ്രവർത്തകൻ്റെ ചിത്രവും തലക്കെട്ടുമൊക്കെ വെച്ച് വാർത്ത വന്നാൽ ആരും പെട്ടെന്ന് പിണറായി വിജയനെ സംശയിക്കുകയില്ല എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ദേശാഭിമാനിയുടെ സഖാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ വല്ലാതെ ഭയത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ദേശാഭിമാനിയിൽ വരുന്ന പല വാർത്തകളും അല്ലെങ്കിൽ റിപ്പോർട്ടുകളുമൊക്കെ തന്നെ CPM നേതൃത്വം തള്ളിക്കളയുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. പ്രധാനമായും ഈയിടെ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ദേശാഭിമാനി കൊടുത്തിരുന്ന പല കാര്യങ്ങളോടും സംസ്ഥാന നേതൃത്വം ശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിച്ചു. അങ്ങനെ ദേശാഭിമാനിയിലെ ഉന്നത സഖാക്കളൊക്കെ തന്നെ ഇപ്പോൾ പാർട്ടി നേതൃത്വത്തെ വല്ലാതെ ഭയപ്പെട്ടിരിക്കാം. അതുകൊണ്ട് തന്നെയായിരിക്കാം ഇങ്ങനെ ഒരു വാർത്ത, ഈ ഒരു റിപ്പോർട്ട് ദേശാഭിമാനിയുടെ വാരാന്ത പതിപ്പിൽ വന്നാൽ അത് തങ്ങളെ ഒരുപക്ഷെ ദോഷകരമായി ബാധിക്കും എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് തന്നെയായിരിക്കാം ഇത് പിൻവലിക്കാൻ അവർ തീരുമാനിച്ചത്. അതേസമയം ഇതിൽ അഭിമുഖത്തിന് വിധേയനായ ഈ വിജയൻ എന്ന ആ നാടകപ്രവർത്തനം പറഞ്ഞത് തൻ്റെ അഭിമുഖം എടുത്തിരുന്നു എന്ന് തന്നെയാണ്. തൻ്റെ ചിത്രങ്ങൾ വാങ്ങിയിരുന്നു ഇത് റിപ്പോർട്ട് തയ്യാറാക്കിയ വ്യക്തി, എല്ലാം ചെയ്ത് ഈ ആഴ്ച പുറത്തിറങ്ങുമെന്ന് തന്നെയാണ് അദ്ദേഹത്തെ അറിയിച്ചിരുന്നത്. അതേസമയം അവസാന നിമിഷമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. വാരാന്ത പതിപ്പ് സാധാരണഗതിയിൽ ദേശാഭിമാനി പുറത്തിറങ്ങുന്നത് ഞായറാഴ്ചകളിലാണ്. പക്ഷേ ഇതിപ്പോൾ ഇന്ന് വാരാദ്യ പതിപ്പ്, അതായത് പുതിയ വാരം തിങ്കളാഴ്ചയാണെന്ന്, ഇന്ന് ആണ് ദേശാഭിമാനി പത്രത്തോടൊപ്പം ഈ ഒരു വാരാന്ത പതിപ്പായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും CPM-നെ ഗ്രസിച്ചിരിക്കുന്ന വലിയൊരു കുറ്റബോധത്തിൻ്റെ, അല്ലെങ്കിൽ തങ്ങളൊക്കെ അഴിമതിക്കാരാണ് എന്ന് ജനങ്ങൾ ധരിച്ചിട്ടുണ്ട് എന്നുള്ള ആ ഒരു ഉറപ്പിൻ്റെ കൂടി ഒരു ഭാഗമായിട്ട് തന്നെ വേണം ഈ ഒരു ലേഖനത്തെ കണക്കാക്കാൻ. അതുകൊണ്ട് തന്നെയാണ് അവർ വല്ലാതെ ഭയപ്പെട്ട് ഈ ലേഖനം പിൻവലിച്ചത് എന്ന് തന്നെ വേണം കരുതാൻ. പിണറായി വിജയനെ ഇപ്പോഴും CPM-ലെയും ദേശാഭിമാനിയിലെയും പ്രധാനപ്പെട്ട ആളുകൾക്കെല്ലാം പേടി തന്നെയാണ്, ഭയം തന്നെയാണ് എന്നുള്ളതിൻ്റെ കൂടി തെളിവായി മാറുകയാണ് ഈ ഒരു അടിയന്തര തീരുമാനം. ഇത്തരത്തിൽ 51 വെട്ടുവെട്ടി ഈ ഒരു ലേഖനത്തെ എടുത്ത് പുറത്തു കളയുമ്പോൾ ഇത് ഇത്തരത്തിലാണ് ഒരു വിവാദമായി മാറിയത് എന്നുള്ള കാര്യം ദേശാഭിമാനിയിലെ ആളുകൾ ഓർക്കുന്നില്ല. കുറേ നാളുകളായി CPM നേതൃത്വം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒടുവിൽ ബൂമറാങ്ങായി അവർക്ക് നേരെ തന്നെ തിരിച്ചടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇതും ഈ ഒരു തീരുമാനവും ഒരു മണ്ടൻ തീരുമാനമായി മാറി എന്ന് തന്നെയാണ് CPM അണികൾ ഇപ്പോഴും കരുതുന്നത്. വെറുതെ ആ വാർത്ത കൊടുത്തിരുന്നെങ്കിൽ ഒന്നും സംഭവിക്കുകയില്ലായിരുന്നു. ഇത് വെറുതെ ഇപ്പോൾ ഒരു വിവാദമുണ്ടാക്കി വലിയ തോതിൽ പാർട്ടിക്ക് അപമതിപ്പുണ്ടാക്കി. കാരണം പിണറായി വിജയൻ എന്ന വ്യക്തിയെ കള്ളൻ വിജയൻ്റെ പ്രതീകമാണ്, കള്ളൻ വിജയൻ എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ തന്നെയാണ് എന്ന് ജനങ്ങളെല്ലാം ധരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന ഒരു ഉറപ്പിന്മേലാണ് ഈ ഒരു വാർത്ത ദേശാഭിമാനി
ഇലെ ഉന്നതന്മാർക്ക് ചേർന്ന് പിൻവലിച്ചത് എന്ന് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും വിശ്വസിക്കുന്നത്. ഇതിലെ പാർട്ടിയിലെ അണികൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. ഒരുപക്ഷെ പാർട്ടി തല അന്വേഷണം പോലും ഈ ഒരു കാര്യത്തിൽ നടക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. പാർട്ടി നേതൃത്വത്തെ, പ്രത്യേകിച്ച് പിണറായി വിജയനെ ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ പിണറായി വിജയൻ ഒരു ബാധ്യതയാണെന്ന് മനസ്സിലാക്കി CPM വലിയൊരു വിഭാഗം നേതാക്കൾ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ തരത്തിലുള്ളൊരു വാർത്ത കൂടി കൊണ്ടുവന്ന് പിണറായി വിജയനെ പരമാവധി നാണം കെടുത്താൻ നടത്തിയ നീക്കത്തിന്റെ ഭാഗമാണോ ഇത് എന്ന് സ്വാഭാവികമായും പിണറായി പക്ഷക്കാർ സംശയിക്കുന്നുണ്ട്. ഏതായാലും ഇതിന്റെ പേരിൽ ഇനിയും വിവാദങ്ങൾ ഉയരാൻ തന്നെയാണ് സാധ്യത. കാരണം ദേശാഭിമാനി തന്നെയാണ് പറയുന്നത് കള്ളൻ വിജയൻ എന്ന് പറഞ്ഞാൽ അത് പിണറായി വിജയൻ തന്നെയാണ് എന്ന്.